ഈ കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ മിനിസ്റ്ററിന്റെ ഒരു മിന്നൽ പരിശോധന നടക്കുന്നു. ആ ജീവനക്കാർക്കെതിരെ വലിയ തരത്തിലുള്ള കുപ്പിയൊക്കെ വണ്ടിയിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളുണ്ട്. ഇപ്പോ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിലെല്ലാം വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ KSRTCയിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? അതിനുശേഷമാണ് മന്ത്രി ഇങ്ങനെയൊക്കെ പറയേണ്ടത്. അല്ല, ഈ അടുത്ത ദിവസങ്ങളിലെ മന്ത്രിയുടെ പെർഫോമൻസ് കാണുമ്പോൾ വലുതായിട്ടൊന്നുമില്ല, ചെറിയ എന്തോ കുഴപ്പം മന്ത്രിക്കുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ യോഗം നടത്തുമ്പോൾ അതിൽ ആള് കുറവാണെങ്കിൽ യോഗം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പോവുക. എന്തുമാത്രം ഒരു തെറ്റായ ഒരു നടപടിയാണ് മന്ത്രി സ്വീകരിച്ചത്. തലേ ദിവസമാണ് ആ യോഗം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാർ വളരെ പാടുപെട്ടാണ് കാസർഗോഡ് മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ പുലർച്ചെ ഇവിടെ എത്തിയിട്ട് രാവിലെ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരമാക്കി. വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. വണ്ടികൾ യാർഡിലിട്ടിരിക്കുക. ഇനി വീണ്ടും അവർ ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. എന്താ പ്രശ്നം? മന്ത്രിക്ക് ആളില്ല. എന്തിനാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇന്ന് ഒരു യോഗം നടത്തേണ്ട ആവശ്യം എന്താണ്? ഇതിനു മുമ്പ് എത്രയോ തവണ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. MVDക്ക് എത്രയോ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു പരിപാടി ഇന്ന് മന്ത്രി നടത്തുകയാണ്. എന്നിട്ട് ആളില്ല എന്ന് വരികയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് മന്ത്രി കാണുന്നത്. അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ഒരു മിന്നൽ പരിശോധന നടത്തുകയാണ്. നടു റോഡിൽ യാത്രക്കാരുമായി വരുന്ന ഒരു വാഹനം തടഞ്ഞു നിർത്തിയാൽ, നിങ്ങൾ തടഞ്ഞു നിർത്തിയാലും ഞാൻ തടഞ്ഞു നിർത്തിയാൽ നമുക്കെതിരെ കേസെടുക്കും. മന്ത്രിക്ക് ഇങ്ങനെ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ? എന്നിട്ട് മന്ത്രി കണ്ടെത്തിയത് എന്താണ്? ഡ്രൈവർ സീറ്റിനടുത്ത് 4-5 കുടിവെള്ള ബോട്ടിലുകൾ ഉണ്ടായിരുന്നതാണ്. അത് എന്താണ് യഥാർത്ഥത്തിൽ? സാധാരണയായി ബസ്സുകളെല്ലാം സീറ്റിനടിയിൽ ഒരു ബോക്സ് ഉണ്ടാകും. ആ ബോക്സിലാണ് ഡ്രൈവർമാര് അവർക്ക് കുടിക്കാനുള്ള വെള്ളം 4-5 ബോട്ടിലുകളായിട്ട് കൊണ്ടുവരും. അവരുടെ ഭക്ഷണം ഇതെല്ലാം വയ്ക്കുന്നത് സീറ്റിനടുത്തുള്ള ഒരു ബോക്സിലാണ്. ഈ വണ്ടിയിലൊന്നും അങ്ങനെ ഒരു ബോക്സ് ഇല്ല. അവർ കുടിച്ചിട്ട് ഈ കുപ്പി കളയാനുള്ളതല്ല. ആ കുപ്പിയിൽ തന്നെയാണ് അവർ വീണ്ടും അടുത്ത ഡ്യൂട്ടിക്കും വെള്ളം എടുത്തുകൊണ്ട് വരുന്ന കുപ്പിയാണ്. അപ്പൊ മന്ത്രി പറയുന്നത് ഇത് ബസ്സിലിട്ടിരിക്കാതെ വലിച്ചെറിയാത്ത എന്താണ്? നമ്മൾ വലിച്ചെറിയലിനെതിരെയാണ് നമ്മൾ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. അപ്പോ മന്ത്രി പറയുകയാണ് ഇത് വലിച്ചെറിയാതെ ഇതിനകത്ത് എന്ത് കൊണ്ടുവന്നു? എല്ലാ ദിവസവും വില കൊടുത്ത് പൈസ വാങ്ങാൻ കുപ്പിവെള്ളം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് 1 ലിറ്ററോ 2 ലിറ്ററിന്റെ കുപ്പികൾ അവരിൽ ഉണ്ടാവും. അത് വെച്ച് വീട്ടിൽ നിന്ന് വരുമ്പോൾ വെള്ളം കൊണ്ടുവരും. ചിലപ്പോൾ 3, 4, 5 ബോട്ടിലുകളിൽ വെള്ളം കൊണ്ടുവരും. അത് അവർക്ക് ഒരു ദിവസം മുഴുവൻ അവർക്ക് കുടിച്ച് തീർക്കാനുള്ളതാണ്. ഇത് കളയാനുള്ളതല്ല. ഈ ബോട്ടിൽ വീണ്ടും അവർ കൊണ്ടുപോകും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഇനിയിപ്പോ യാത്രക്കാർ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് റോഡിൽ ഉപേക്ഷിക്കേണ്ടതാണോ? മന്ത്രി പറയുന്നതനുസരിച്ച് ബസ്സിന് ഇടാൻ പാടില്ല, റോഡിൽ കളയാവുന്നതാണ്. ഇത് എന്ത് ക്ലീൻ കേരളയാണ് മന്ത്രി നടപ്പിലാക്കുന്നത്? റോഡിലേക്ക് കുപ്പികൾ വലിച്ചെറിയുന്ന ഒരു ക്ലീൻ കേരളയാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇത് ആളുകളുടെ മുന്നിൽ ആളാവാനുള്ള ചില നടപടികൾ മാത്രമാണ്. ബസ് പരിശോധിച്ച് യഥാർത്ഥത്തിൽ കുറ്റമറ്റ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഈ മാധ്യമങ്ങളെ മുഴുവനും കൊണ്ടുപോകുന്നത്? മാധ്യമങ്ങളുടെ മുന്നിൽ മന്ത്രി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നു, ഡ്രൈവറെ നടപടിയെടുക്കുമെന്ന് ആക്രോശിക്കുന്നു. ഇങ്ങനെയെല്ലാം ഈ പാവപ്പെട്ട ഡ്രൈവർമാരോട് ഇങ്ങനെ നമുക്കറിയാമല്ലോ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമോ? നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം വരെ പോകുന്നതിന് പോലും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാറില്ല. നമ്മൾ ട്രെയിനിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് അത്രയ്ക്ക് ക്ഷീണമാണ്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ചിലപ്പോൾ ഇന്ന് തുടങ്ങിയാൽ നാളെ രാവിലെ വരെ തീരുന്ന ഷിഫ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ഓടിക്കുന്ന ഈ ഡ്രൈവർമാരുടെ നെഞ്ചത്തോട്ട് കയറ്റാൻ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു മനുഷ്യത്വമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഈ ജീവനക്കാർ വന്നാൽ അവർക്ക് മാന്യമായി കിടന്നുറങ്ങാനോ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം പോലും പല സ്ഥലങ്ങളിലും ഇല്ല. ചില ഡിപ്പോകളിൽ തുരുമ്പരിച്ച ബസ്സിനകത്താണ് അവർ ഒതുക്കിയിട്ടിരിക്കുന്ന ബസ്സിനകത്താണ് ജീവനക്കാർ കിടക്കുന്നത്. ഞങ്ങള് റഫറൻഡവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു യാത്ര കേരളം മുഴുവൻ നടത്തിയപ്പോൾ പല ഡിപ്പോകളിലും ജീവനക്കാർക്ക് മനുഷ്യത്വപരമായിട്ട് അവർക്ക് കിടന്നുറങ്ങാനോ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളാണ് പലയിടത്തും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബസ്സാണ്. ആ ബസ് എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പുറത്തുള്ളതിനേക്കാൾ നല്ല ചൂടാണ് അതിനകത്ത്. അതെല്ലാം സഹിച്ചാണ് അവർ കിടക്കുന്നത്. മന്ത്രി ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഇവരിത് ചെയ്യാത്തതെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. മന്ത്രി ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ അതുപോലുള്ള സ്ഥാപിക്കുക, ഇവർക്ക് ഭക്ഷണവും മറ്റും കൊണ്ടുപോകുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം സൂക്ഷിക്കാൻ വേറെ സംവിധാനം ഉണ്ടാകും. ഇതെല്ലാം ചെയ്തിട്ടുമാണ് ജീവനക്കാർ അത് ഉപയോഗിക്കാതെ അലസമായി വലിച്ചെറിയുന്നതാണെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. മന്ത്രിയും ഇവരുമാണ് ചെയ്യേണ്ടത്.
ഇനി മന്ത്രിക്ക് ഇങ്ങനെ കയറി പരിശോധിക്കാനും ആക്രോശിക്കാനും ഒക്കെ ആരാണ് ഇങ്ങനെ അധികാരം കൊടുത്തിട്ടുള്ളത്? ഒരു ജീവനക്കാരൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്രി കയറി കേസെടുക്കണ്ടേ? ജീവനക്കാരൻ പരാതി കൊടുക്കാത്തത് മന്ത്രിയുടെ നല്ല കാലം. അല്ലെങ്കിൽ സാധാരണ യാത്രക്കാരെ അവരെ 10-20 മിനിറ്റ് അവരെ തടഞ്ഞു നിർത്തുക, എന്നിട്ട് മന്ത്രിയുടെ ഷോ കാണിക്കുക. മന്ത്രിക്ക് ഇപ്പൊ സിനിമാ അഭിനയം നിർത്തി ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള അഭിനയമാണ്. അതിന് പാവപ്പെട്ട ജീവനക്കാരെ ബലിയാടാക്കാൻ മന്ത്രിക്ക് ആള് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരു RTOക്ക് ഇതിനെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഈ RTO വിളിച്ച് എവിടുന്ന് ആളെ കൊണ്ടുവരാനാണ്? ഇനിയിപ്പോ മന്ത്രി സിനിമയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഈ സിനിമയിലൊക്കെ ഷൂട്ടിങ്ങിന് ആളെ കൊണ്ടുവരുന്ന ഏജന്റുമാരുണ്ട്. ഇനി മന്ത്രിയുടെ യോഗത്തിന് അത്തരം ഏജന്റുമാരെ നിയോഗിച്ചാൽ ഈ പരിപാടി റദ്ദാക്കുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നിലവിൽ ഇപ്പൊ മന്ത്രിയുടെ ഒരു സംഭവം അത് ആ ജീവനക്കാരിൽ മൊത്തം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഉണ്ടാകുന്നു. ഇത് സാധാരണ പോലെ എല്ലാ ദിവസവും അധ്വാനിക്കുന്ന ആളുകളാണല്ലോ KSRTC ജീവനക്കാർ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ജീവനക്കാർക്ക് എത്രത്തോളം ബാധിക്കും അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ? അത് ജീവനക്കാരുടെ ആത്മവീര്യം തകർക്കുകയാണ്, അവരുടെ മുറയിൽ തകർക്കുകയാണ്. ഈ KSRTCയിലെ ജീവനക്കാർ മറ്റേത് വിഭാഗം ജീവനക്കാരെക്കാളും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഡ്രൈവർമാരായിരുന്നാലും കണ്ടക്ടർമാരായിരുന്നാലും അതിനേക്കാളും മെക്കാനിക്കുമാണ്. മെക്കാനിക്കുമാരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡിപ്പോയിൽ പോയി, എനിക്ക് തോന്നുന്നു അത് കോട്ടയത്തെ ഒരു പേരാണ്. അവിടെ മഴ പെയ്താൽ വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്ന് വേണം അവർക്ക് പണി ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യർക്ക് പണിയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം അനുഭവിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ആക്രോശങ്ങളും എല്ലാത്തിനും കുറ്റം പറയുക, ഇടിക്കുക. അപ്പൊ ബസ് കൊണ്ടുപോയി ഇടിച്ചാൽ ഉടനെ ഡ്രൈവർ അത് നന്നാക്കി കൊടുക്കണമെന്ന് മാത്രമല്ല, എത്ര ദിവസം ബസ് ഒതുക്കിയിടുന്നു അത്രയും ദിവസത്തെ പൈസയും കൂടെ കൊടുക്കണമെന്ന്. വേറെ എവിടെയെങ്കിലും ഇതുണ്ടോ? വേറെ ഇപ്പൊ നമ്മള് സർക്കാർ ഓഫീസുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ജീവനക്കാര്. ആ കമ്പ്യൂട്ടർ ചീത്തയാക്കിയാൽ അത് ഉപയോഗിക്കുന്ന ജീവനക്കാരെ ഈടാക്കാറുണ്ടോ? ഇപ്പൊ നമ്മൾ ബസ് കൊണ്ട് മനഃപൂർവ്വം ഓടിക്കും. വാഹനം ഓടിക്കുന്ന ആളുകളെല്ലാം എല്ലാവരും ആരെങ്കിലും മനഃപൂർവ്വം വണ്ടി ഇടിക്കാൻ ശ്രമിക്കുമോ? കാരണം വണ്ടി ഇടിച്ചാൽ ആദ്യം അപകടപ്പെടുന്ന ഓടിക്കുന്ന ആളല്ലേ. അപ്പൊ അറിയാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വന്ന് ഉണ്ടാകുന്ന അപകടങ്ങൾ എല്ലാത്തിനും ജീവനക്കാരെ കുറ്റപ്പെടുത്തുകയാണ് മന്ത്രി. ഒട്ടും ശരിയായിട്ടുള്ള ഒരു നടപടിയില്ല. ഒരുപാട് മന്ത്രിമാർ KSRTCയിൽ ചുമതലയേറ്റിരുന്നെങ്കിലും ഇതുപോലെ ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു മന്ത്രിയില്ല. പിന്നെ മന്ത്രിയുടെ ഒരു പെർഫോമൻസ് അത് സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും കിട്ടുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ട കഞ്ഞിക്ക് വകയില്ലാത്ത പാവപ്പെട്ട ജീവനക്കാരെ അതിന് ഇരയാക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.